ഇതൊക്കെ നമ്മളെ കുടുംബാണ്. ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയാ, ഒരു വർഗീയ തലത്തിലുള്ള ആള്, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തില് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബാണ്. ഈ ഒരു തെരച്ചില് ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാല് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയാ, ഒരു വർഗീയ തലത്തിലുള്ള ആള്, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ. നമുക്കിപ്പോ ഓരോടിപ്പോ എന്താ പറയാ, അവർക്കിപ്പോ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളാക്കണം. വർഗീയ നമ്മളിപ്പോ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ